പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ ധ്യാനം ആരംഭിക്കാം. ഇന്ന് നമ്മൾ 101 എപ്പിസോഡിലോട്ട് കയറുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് എഴുന്നള്ളി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ സമർപ്പിക്കുകയാണ്. വായി തുറക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ ഞങ്ങളോട് സംസാരിക്കത്തക്കൊണ്ണം പ്രവർത്തിക്കണമേ. കർത്താവ് ഇറങ്ങി വരണമേ എന്ന് ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ഞങ്ങളിൽ പ്രചോദനം നൽകണം, വാക്കുകൾ തരണം, ആഴമായ അർത്ഥതലങ്ങളിലേക്ക് ഞങ്ങളെ കൂട്ടിക്കൊണ്ടു പോകണം. ഞങ്ങളുടെ ജീവിതത്തിന് മാറ്റങ്ങൾ ഉണ്ടാകണം. കർത്താവുമായിട്ട് ചേർന്ന് ജീവിക്കുവാൻ തക്കവണ്ണം ഞങ്ങളെ ശക്തരാക്കണം. ആത്മീയമായ ഉണർവ് തരണം. ആത്മാവിൻ്റെ പ്രവർത്തനം ഞങ്ങളിൽ ഉണ്ടാകണം. കർത്താവേ, സ്തോത്രം. ശ്രോതാക്കളെല്ലാം സമർപ്പിക്കുകയാണ്. ഒരു വലിയ പരിവർത്തനത്തിൻ്റെ ആത്മാവിനെ അയക്കണമേ. ഈ വാക്കുകൾ അവരുടെ ഹൃദയങ്ങളിലേക്ക് തുളച്ചു കയറുന്നതിനും മാറ്റങ്ങൾ, പരിവർത്തനങ്ങൾ ഉണ്ടാക്കാനും ഇടയാക്കണമേ. നിൻ്റെ നാമത്തിൽ തന്നെ, ആമീൻ. നമ്മൾ ഇന്ന് ധ്യാനിക്കാൻ ഉദ്ദേശിക്കുന്നത് ഗലാത്യർ 3-ാം അധ്യായം 14-ാം വാക്യം മുതലാണ്. 14-ാം വാക്യം ഞാൻ വായിക്കുകയാണ്. അബ്രാഹാമിന് ലഭിച്ച അനുഗ്രഹം യേശുക്രിസ്തു വഴി വിജാതിയർക്കും പ്രാപിക്കേണ്ടതിന് ആത്മാവിൻ്റെ വാഗ്ദാനം വിശ്വാസം വഴി നിങ്ങൾ പ്രാപിക്കേണ്ടതിനുമാണ് ഇപ്രകാരം സംഭവിച്ചത്. 13-ാം വാക്യം നമ്മൾ പഠിച്ചു നിർത്തിയായിരുന്നു. 13-ാം വാക്യത്തിന് തുടർച്ചയായിട്ടാണല്ലോ ഇത്. 13-ാം വാക്യത്തിൽ പറയുന്നത്, കർത്താവായ യേശുക്രിസ്തു നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ രക്ഷിച്ചു. അവൻ്റെ ക്രൂശമരണമാണ് അതിന് കാരണമാക്കിയത്. അങ്ങനെ അവൻ ശാപമായി തീർന്നു. അവൻ നിയമത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മളെ മോചിപ്പിച്ചു. എന്തിനാണ് അത് സംഭവിച്ചത്? കർത്താവ് നമുക്ക് വേണ്ടി ശാപമായി തീർന്നത് എന്നാണ് 14-ാം വാക്യത്തിൽ പറയുന്നത്. 2 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്നത്. ഒന്ന്, അബ്രാഹാമിന് ലഭിച്ച അനുഗ്രഹം വിജാതിയരിലേക്കും ചെല്ലണം. അത് യേശുക്രിസ്തു വഴിയാണ് ചെല്ലുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി മരത്തിന്മേൽ മരിച്ചത്. ഒരു കാര്യം അതാണ്. അബ്രാഹാമിന് ലഭിച്ച അനുഗ്രഹം വിജാതിയരിലേക്കും ലഭിക്കണം. 2-ാമത്തെ കാര്യം, കർത്താവ് വാഗ്ദാനം ചെയ്ത പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം അതും വിജാതിയർ പ്രാപിക്കണം. അതും യേശുക്രിസ്തു വഴിയാണ്. അതിനു വേണ്ടിയാണ് യേശുക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നത് എന്നാണ് അവിടെ ഈ 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനം പ്രവാചകന്മാർ വഴി നമ്മളെ അറിയിച്ചിട്ടുണ്ട്. വിജാതിയർക്കും അത് ഉണ്ട് എന്നുള്ള കാര്യം. എസെക്കിയേൽ പ്രവചനം, ആ പ്രവാചകൻ ഇങ്ങനെ എഴുതിയിരിക്കുകയാണ്. എസെക്കിയേൽ 36:26, ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും, ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളഹൃദയം നൽകും. ഒരു പുതിയ ഹൃദയമാണ് നമ്മളിലേക്ക് സൃഷ്ടിക്കപ്പെടുന്നത്. ഒരു പുതിയ ചൈതന്യം നമ്മളിൽ നിക്ഷേപിക്കും. പരിശുദ്ധാത്മാവാകുന്ന ആ ചൈതന്യം നമ്മളിലേക്ക്, വിജാതിയരായ നമ്മളിലേക്ക് നിക്ഷേപിക്കുമെന്ന് എസെക്കിയേൽ പ്രവാചകൻ പറഞ്ഞിരിക്കുകയാണ്. ജോയേൽ പ്രവാചകൻ പരിശുദ്ധാത്മാവിൻ്റെ അധിവാസത്തെക്കുറിച്ച് പറയുന്നുണ്ട്. 2-ാം അധ്യായം 28-29 ജോയേൽ. അന്ന് ഇങ്ങനെ സംഭവിക്കും, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും,
യുവാക്കൾക്ക് ദർശനങ്ങൾ ഉണ്ടാകും. ആ നാളുകളിൽ എൻ്റെ ദാസന്മാരുടെയും ദാസിമാരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ആരുടെ മേലാണ്? എല്ലാവരുടെയും മേൽ. ഇസ്രായേൽ ജനത്തിന് വേണ്ടി മാത്രമല്ല, എല്ലാവരുടെയും മേൽ എൻ്റെ ആത്മാവിനെ ഞാൻ വർഷിക്കും. ദൈവത്തിൻ്റെ ആത്മാവിനെ നമ്മുടെ മേൽ വർഷിക്കുകയാണ്. അത് നമ്മൾ പ്രത്യേകം ഓർക്കണം. ദൈവത്തിൻ്റെ ആത്മാവാണ് നമ്മളിലേക്ക് വരുന്നത്. നമ്മൾ എത്രമാത്രം വിശുദ്ധമായിട്ട് കർത്താവിൻ്റെ അധിവാസത്തിന്, ആത്മാവിൻ്റെ അധിവാസത്തിന് നമ്മളെ തന്നെ വിശുദ്ധരായിട്ട് കാത്തു സൂക്ഷിക്കണം എന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം. ഈ അനുഗ്രഹം യേശുക്രിസ്തു വഴിയാണ് വ്യാപിക്കേണ്ടത്. അതാണ് യേശുക്രിസ്തുവിനെക്കുറിച്ച് നമ്മൾ എടുത്തു പറയുന്നത്. ഇതെല്ലാം സംഭവിക്കണം, യേശുക്രിസ്തു വഴി സംഭവിക്കണം. അതിന് ചില കാരണങ്ങളുണ്ട്. ഒന്ന്, ഈ രക്ഷാ സന്ദേശം യേശുവിൻ്റെ പക്കലാണുള്ളത്. യോഹന്നാൻ്റെ സുവിശേഷം 8-ാം അധ്യായം 24-ാം വാക്യം പറയുന്നു, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ തന്നെ മരിക്കും. രക്ഷയുടെ ആ സന്ദേശം കർത്താവ് യേശുക്രിസ്തുവിൻ്റെ കയ്യിലാണ്. അപ്പോൾ ഞാൻ തന്നെ, യഹോവയെക്കുറിച്ച് പറയുന്ന വാക്ക് അത്. ഞാൻ തന്നെ, ഞാൻ തന്നെ എന്ന് വിശ്വസിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പാപങ്ങളിൽ മരിക്കും. അപ്പം രക്ഷയുടെ ആ സന്ദേശം യേശു കർത്താവിൻ്റെ കയ്യിലാണെന്ന് നാം മനസ്സിലാക്കണം. യേശുക്രിസ്തുവാണ് അടിസ്ഥാനം. ആ അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുക. അതിനെ ആർക്കും മാറ്റാനൊക്കത്തില്ല. ഈ അടിസ്ഥാനത്തെ 1 കൊരിന്ത്യർ 3-ാം അധ്യായം 11-ാം വാക്യം പൗലോസ് പറയുകയാണ്, യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ട് കഴിഞ്ഞു. അതിനു പുറമേ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. അടിസ്ഥാനം യേശുക്രിസ്തുവാണ്. യേശുക്രിസ്തുവാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതു. അത് മാറ്റാനൊക്കത്തില്ല. അതിലാണ് സഭ വളരേണ്ടത്. ഇനി ആരെങ്കിലും വേറെ അടിസ്ഥാനം വല്ലതും ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും ശരിയാകത്തില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് തെറ്റാണ്. യേശുക്രിസ്തുവാണ് അടിസ്ഥാനശില. സുവിശേഷം അറിയിക്കേണ്ടത് ആരോടാണ്? അപ്പോൾ ഇസ്രായേൽക്കാരോട് മാത്രമല്ലെന്ന് ഇപ്പം നമുക്ക് മനസ്സിലായി. വിജാതിയർക്കും രക്ഷ വേണം, അവരുടെ മേലെ പരിശുദ്ധാത്മാവ് വരും. അങ്ങനെയാണെങ്കിൽ നമ്മൾ സുവിശേഷം അറിയിക്കേണ്ടത് ആരോടാണ്? സുവിശേഷം അറിയിക്കേണ്ടത് സാർവദേശീയമായ തലത്തിലാണ്. അല്ലാതെ ഒരു പ്രദേശത്ത് മാത്രം, ഒരു കൂട്ടം ജനങ്ങൾക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 15-ാം വാക്യം, ഉയർത്തെഴുന്നേറ്റവനായ യേശു ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. ഒരു സ്ഥലത്ത് അവർ ജെറുസലേമിൽ അവിടെയൊക്കെ നിന്ന് പറഞ്ഞാൽ മതിയോ? പോരാ. ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പ്രസംഗിക്കുവിൻ എന്നുള്ള വാക്കുകൂടെ നമ്മൾ ശ്രദ്ധിച്ചോണം. പ്രസംഗിക്കുക എന്നുള്ളത് ഈ സുവിശേഷത്തെ സംബന്ധിച്ച് അതിപ്രധാനമാണ്. പ്രസംഗിക്കണം. ഇത് നമ്മളെ കണ്ടുപഠിച്ചാൽ മതി എന്നൊക്കെ ചിലർ പറയും. എൻ്റെ മാതൃക കണ്ട് മറ്റൊരു പഠിക്കട്ടെ. അതിനൊന്നും അവർക്ക് സമയം കിട്ടത്തില്ല, ഒക്കത്തുമില്ല. നമ്മളങ്ങനെ മാതൃകയല്ലല്ലോ താനും. നമ്മൾ പറയണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. പ്രസംഗിക്കണം. പറയുമ്പോഴാണ് നമ്മൾ കേൾക്കുന്ന. പൗലോസ് എടുത്ത് പറയുന്നുണ്ട്, പറയുമ്പോഴേ കേൾക്കാനൊക്കെ ഉള്ളൂ, കേട്ടെങ്കിലേ വിശ്വസിക്കാനൊക്കെ ഉള്ളൂ, വിശ്വസിച്ചെങ്കിൽ മാത്രമേ കർത്താവിങ്കിലേക്ക് തിരിയാനൊക്കെ ഉള്ളൂ എന്ന കാര്യം പൗലോസ് എടുത്ത് പറയുന്നുണ്ട്. അപ്പസ്തോല പ്രവൃത്തികൾ 14-ാം അധ്യായം 34-35 വാക്യങ്ങൾ പത്രോസിൻ്റെ പ്രസംഗമാണ്. പത്രോസ് അവരോട് സംസാരിച്ചു തുടങ്ങി. കൊർന്നേലിയോസിൻ്റെ ഭവനത്തിൽ ചെന്നിട്ട്, വിജാതിയരാണ്, സത്യമായും ദൈവത്തിന് പക്ഷപാതമില്ലെന്നും അവിടുത്തെ ഭയപ്പെടുകയും നീതി പ്രവർത്തിക്കുകയും ചെയ്യുന്ന ആരും ഏത് ജനത്തിൽപ്പെട്ടവനായാലും അവിടുത്തേക്ക് സ്വീകാര്യനാണെന്നും ഞാൻ സത്യമായി അറിയുന്നു. പത്രോസിനും അത് വെളിപ്പെട്ട് കിട്ടിയൊരു കാര്യമാണ്. ഏത് ജനതയാണെന്നൊന്നും നോക്കുന്നില്ല. ആരാണെങ്കിലും
കർത്താവിനെ സ്വീകരിക്കാൻ തയ്യാറായ ആരും കർത്താവിന് ഇഷ്ടമാണ്, അവനെ സ്വീകരിക്കും, സഭയിലേക്ക്, വിശ്വാസത്തിലേക്ക് കർത്താവിൻ്റെ മകനായിട്ട് സ്വീകരിക്കും. റോമാലേഖനം 10:12 പറയുന്നു, യഹൂദരും ഗ്രീക്കുകാരും തമ്മിൽ വ്യത്യാസമില്ല, ഒരുവൻ തന്നെയാണ് എല്ലാവരുടെയും കർത്താവ്. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ അവിടുന്ന് തൻ്റെ സമ്പത്ത് വർഷിക്കുന്നു. തന്നെ വിളിച്ചപേക്ഷിക്കണം, പ്രാർത്ഥിക്കണം എന്ന വാക്കിൻ്റെ അർത്ഥം വിളിച്ചപേക്ഷിക്കുക. തന്നെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരുടെയും മേൽ, യഹൂദനെന്നാണോ ഗ്രീക്കുകാരനാണെന്നോ ഒന്നൊരു വ്യത്യാസമില്ല, എല്ലാവരുടെയും മേൽ അവൻ തൻ്റെ ആത്മാവിനെ വർഷിക്കും, സമ്പത്ത് വർഷിക്കും. ആത്മാവ് എല്ലാവരെയും ക്ഷണിക്കുന്നതായിട്ട് വെളിപാട് പുസ്തകത്തിലും പറയുന്നുണ്ട്. വെളിപാടിൻ്റെ 22:17 ആത്മാവും മണവാട്ടിയും പറയുന്നു, വരിക, കേൾക്കുന്നവൻ പറയട്ടെ, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹിക്കുന്നവൻ ജീവൻ്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. കർത്താവ് തരുന്ന ആ ജീവൻ്റെ ജലം അത് സൗജന്യമായിട്ട് കിട്ടും. അത് സൗജന്യമായിട്ട് ഒന്ന് വാങ്ങിച്ച് കുടിക്കട്ടെ. അടുത്ത വാചകത്തിൽ, 15-ാം വാചകത്തിൽ ഞാൻ വായിക്കുന്നു, സഹോദരരെ, മനുഷ്യ സാധാരണമായ ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരുവൻ്റെ ഉടമ്പടി ഒരിക്കൽ സ്ഥിരീകരിച്ചതിന് ശേഷം ആരും അത് അസാധു ആക്കുകയോ അതിലെന്തെങ്കിലും കൂട്ടിച്ചേർക്കുകയോ ചെയ്യാറില്ല. 15-ാം വാക്യം പറഞ്ഞിരിക്കുന്നത്, ഒരു മരണപത്രം എഴുതിയാലേ അത് എഴുതിയ ആളിന് വേണമെങ്കിൽ റദ്ദാക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനോടനുബന്ധമായിട്ട് എന്തെങ്കിലും ചേർക്കണമെന്നുണ്ടെങ്കിൽ അതിന് എഴുതിയ ആ വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യാൻ സാധിക്കത്തുള്ളൂ, മറ്റാർക്കും സാധ്യമല്ല. അപ്പോൾ വാഗ്ദാനം വഴി ദൈവം ചെയ്ത അനുഗ്രഹങ്ങളെ അതിന് ചില കണ്ടീഷൻസൊക്കെ വെക്കണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത് മാറ്റിക്കളയണമെന്നുണ്ടെങ്കിൽ അത് ദൈവത്തിന് മാത്രം സാധ്യമാകുന്ന കാര്യമാണ്, മറ്റാർക്കും സാധ്യമല്ല. ദൈവം ഇസ്രായേലിനോട് ഉടമ്പടി ചെയ്തു, അതിന് വാഗ്ദാനങ്ങളൊക്കെ നൽകിയിരിക്കുകയാണ് അതിൽ. എന്നാൽ ഇസ്രായേൽ അനുസരിക്കേണ്ട നിയമങ്ങൾ നൽകപ്പെട്ടത് പിന്നീട് വളരെ കാലങ്ങൾക്ക് ശേഷമാണ്. 10 കൽപ്പനകൾ നൽകിയത് നമുക്കറിയാമല്ലോ. അവർ ഈജിപ്തിൽ നിന്ന് തിരിച്ച് കനാൻ നാട്ടിലേക്ക് പോകുമ്പോൾ സീനായി പർവ്വതത്തിൽ വെച്ചാണ് മോശ വഴി 10 കൽപ്പനകൾ നൽകപ്പെട്ടത്. അത് രണ്ടാമത് കിട്ടിയതൊന്നാണ്. വാഗ്ദാനമൊക്കെ നേരത്തെ തന്നെ കിട്ടിയൊരു കാര്യമാണ്, അബ്രാഹത്തോട് ദൈവം പറഞ്ഞതാണ്. അതുകൊണ്ട് ആ വാഗ്ദാനത്തോട് ഒരു നിബന്ധന കൂട്ടിച്ചേർത്തതാണ് എന്ന് തെറ്റിദ്ധരിക്കരുത്. വാക്യം 16, വാഗ്ദാനങ്ങൾ ലഭിച്ചത് അബ്രാഹത്തിനും അവൻ്റെ സന്തതിക്കുമായിട്ടാണ്, പലരെ ഉദ്ദേശിച്ച് സന്തതികൾക്ക് എന്ന് അതിൽ പറഞ്ഞിട്ടില്ല. പ്രത്യുത ഒരുവനെ ഉദ്ദേശിച്ച് നിന്റെ സന്തതിക്ക് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. വാക്യം 16, അവൻ്റെ സന്തതി, അബ്രാഹത്തിന് വാഗ്ദാനം ചെയ്തു, അത് അവനെയും അവൻ്റെ സന്തതിയെ ഉദ്ദേശിച്ചാണ്. ഈ സന്തതി എന്നുള്ള വാക്ക് ഏകവചനമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതെന്താണെന്ന് പൗലോസ് വ്യാഖ്യാനിച്ച് നമ്മളോട് പറയുകയാണ്. സന്തതി ഏകവചനമായതുകൊണ്ട് അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണെന്ന് പൗലോസ് സ്ഥാപിക്കുന്നു. റബിമാരുടെ യുക്തിക്ക് അനുസരണമായിട്ട് തന്നെയാണ് പൗലോസ് അത് വ്യാഖ്യാനിക്കുന്നത്. ഹീബ്രു ഭാഷയിൽ അതിൻ്റെ ഏകവചനം സന്തതി എന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അത് ചരിത്രത്തിലെ യേശുക്രിസ്തു തന്നെയാണെന്ന് പൗലോസ് വ്യാഖ്യാനിച്ച് പറയുന്നുണ്ട്. സന്തതി എന്നതിന് ഹീബ്രു ഭാഷയിൽ ഉപയോഗിക്കുന്ന വാക്ക് സേറ എന്നാണ്, ZDR. അത് ഏകവചനത്തിൽ മാത്രമേ ഉപയോഗിക്കാറുള്ളൂ. മനുഷ്യ സന്താന പരമ്പരയെ സൂചിപ്പിക്കുവാൻ അതിൻ്റെ ബഹുവചനം ഉപയോഗിക്കാറില്ല. എന്നാൽ ഗ്രീക്കിൽ ബഹുവചനമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അവിടുത്തെ വാക്ക് സ്പെർമാറ്റ, SPERMAT, സ്പെർമാറ്റ എന്നാണ്. അത്
ബഹുവചനത്തിൽ ഉപയോഗിക്കാം. ദൈവവുമായി മനുഷ്യൻ്റെ യഥാർത്ഥ ബന്ധം, ഉടമ്പടി ഈ വാഗ്ദാനത്തിൽ നിന്നാണ് നമ്മൾ കാണുന്നത് എന്ന് മനസ്സിലാക്കണം. അബ്രാഹാമിന് വാഗ്ദാനം കൊടുത്തല്ലോ. എന്തുകൊണ്ടാണ് അബ്രാഹാത്തിന് ഈ വാഗ്ദാനം കൊടുത്തത്? ആ സന്താന പരമ്പരകൾക്കും അത് കിട്ടുന്നുണ്ടല്ലോ. അബ്രാഹാമിന് എന്തിനാണ് വാഗ്ദാനങ്ങൾ കൊടുത്തത് ദൈവം? വേറെ ആർക്കും കൊടുത്തില്ലല്ലോ. സന്താന പരമ്പരകൾക്ക് കിട്ടുന്നുണ്ട്, അവകാശമായിട്ട് കിട്ടുന്നുണ്ട്. മറ്റാർക്കും കൊടുക്കാതെ അബ്രാഹാമിന് കൊടുക്കാൻ കാരണം വിശ്വാസമാണ്. അബ്രാഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ടുണ്ട്. അബ്രാഹാമിൻ്റെ വിശ്വാസമാണ് ദൈവം അബ്രാഹത്തിനെ വേർതിരിച്ചെടുക്കാനും അനുഗ്രഹങ്ങൾ കൊടുക്കാനും ഈ വാഗ്ദാനങ്ങൾക്ക് ചെയ്യാനും കാരണമായത്. അപ്പോൾ ഒരു കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം, എല്ലാ വിശ്വാസികൾക്കും ഈ വാഗ്ദാനങ്ങൾ നൽകപ്പെട്ടിട്ടുണ്ട്. അബ്രാഹത്തിന് കിട്ടിയ വാഗ്ദാനങ്ങളുടെ അവകാശം എല്ലാ വിശ്വാസികൾക്കും കിട്ടുന്നുണ്ട്. എന്തെല്ലാമാണ് വാഗ്ദാനങ്ങൾ? ഒന്ന്, അപരിമിതമായ അനുഗ്രഹങ്ങളാണ് ലഭിക്കുന്നത്. മർക്കോസിൻ്റെ സുവിശേഷം 9-ാം അധ്യായം 23-ാം വാക്യം, യേശു പറഞ്ഞു, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. യേശു പറയുകയാണ്, വിശ്വസിക്കുന്നവന് എല്ലാ കാര്യങ്ങളും സാധിക്കും. മർക്കോസ് 9:23. അപ്പോൾ ഒരു കാര്യം നമ്മൾ ആ വാക്യത്തിൽ ശ്രദ്ധിക്കണം. യേശു കർത്താവ് പറഞ്ഞ കാര്യമാണ്, വിശ്വസിക്കുന്നവർക്കാണ്. അപ്പോൾ വിശ്വസിക്കുന്നവരിലേക്ക് ഈ അനുഗ്രഹങ്ങൾ ലഭിക്കുന്നത് യേശു കർത്താവിൽ കൂടിയാണെന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചു. അപ്പോൾ യേശു കർത്താവ് നമ്മളോട് പറയുകയാണ്, വിശ്വസിക്കുന്നവന് എന്താണ് കിട്ടുന്നത്? അനുഗ്രഹം. എല്ലാ കാര്യങ്ങളും സാധിക്കും. നമ്മളെ ജീവിതത്തിലെ എന്തെല്ലാം വിഷമതകളാണ് നമ്മൾ അനുഭവിക്കുന്നത്. പല കാര്യങ്ങളും സാധിക്കുന്നില്ല. നമ്മൾ പ്രവർത്തിക്കുന്നു, ആഗ്രഹിക്കുന്നു, എല്ലാം പ്രവർത്തിച്ച് ആവശ്യമായ ഓഫീസുകളിലും മറ്റുമൊക്കെ കൊണ്ടു കൊടുക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ കൃഷി ഇറക്കുന്നു, പലപ്പോഴും ഫലമാകുന്നില്ല. നമ്മൾ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നു, ശരിയായ ഒരു ഉത്തരം ലഭിക്കുന്നില്ല. നമുക്ക് ഈ കാര്യങ്ങൾ സാധിച്ച് കിട്ടുന്നില്ല എന്ന് വിചാരിച്ച് നമ്മുടെ മനസ്സ് വിഷമിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ വാക്യം ഓർക്കണം. മർക്കോസ് 9:23, വിശ്വസിക്കുന്നവർക്ക് എല്ലാ കാര്യങ്ങളും സാധിക്കും. അപ്പം ഞാനിതങ്ങ് പ്രവർത്തിക്കാൻ പോവുക, സാധിക്കുമോ? എന്തിന് സംശയിക്കുന്നു? വിശ്വാസം വേണം. യേശുക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവേ ഇതെനിക്ക് സാധിച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ പ്രാർത്ഥന കേട്ടെന്നുള്ള ഉറപ്പോടുകൂടി ചെയ്യുക. അത് സാധിക്കും, എല്ലാം സാധിക്കും. സാധിക്കത്തില്ലെന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, സാധിക്കും. രണ്ടാമത്തെ അനുഗ്രഹം, പ്രാർത്ഥനയ്ക്കൊരു മറുപടി കിട്ടും. മർക്കോസിൻ്റെ സുവിശേഷം തന്നെ 11-ാം അധ്യായം 24-ാം വാക്യം, യേശു പറയുകയാണ്, അതിനാൽ ഞാൻ പറയുന്നു, പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്യുന്ന എന്തും ലഭിക്കുമെന്ന് വിശ്വസിക്കുവീൻ, നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും. ഒരു കാര്യം പ്രത്യേകം ഓർത്തോണം. ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ നമ്മൾ ചിലർ വിചാരിക്കുന്നത്, പ്രാർത്ഥിച്ചു ദൈവം തരുമായിരിക്കും എന്നൊരു സംശയം മാത്രം. കിട്ടുമെന്നുള്ള ഉറപ്പ് പറയത്തില്ല. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്, അല്ല ഞാൻ പ്രാർത്ഥിച്ചു തരുമായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയല്ല, കിട്ടും, കിട്ടിക്കഴിഞ്ഞു എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്തോളാനാണ് ബൈബിൾ പറയുന്നത്. കിട്ടിക്കഴിഞ്ഞു, ഇനി ഇത് കിട്ടുമോ? ഞാൻ അങ്ങനെയെന്ന് പ്രാർത്ഥിച്ചല്ലോ, അത്രയും ദൈവം തരുമോ? അത്രയും തരാൻ ദൈവം എന്നോട് സംപ്രീതി കാണിക്കുമോ എന്നൊരു സംശയം ചിലർക്ക് വരും. വേണ്ട, എന്തും ലഭിക്കും എന്നാണ് വചനം പറയുന്നത്. അത് ചോദിച്ചത് കൊണ്ട് കൂടിപ്പോയി എന്നൊന്നും വിചാരിക്കേണ്ട. എന്തും ലഭിക്കും എന്നാണ് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞിരിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുന്നത് എന്തും ലഭിക്കും. ഇത് കിട്ടത്തില്ലായിരിക്കും, എൻ്റെ ഒരു ചെറിയ വംശമേ കിട്ടുള്ളൂ എന്നൊന്നും വിചാരിക്കേണ്ട, എന്തും കിട്ടും. പിന്നെ നമ്മുടെ ആത്മീയമായ ഉന്നതിക്ക് തടസ്സമായി നിൽക്കുന്നതോ മറ്റോ ആണെങ്കിൽ അത് ദൈവത്തിനറിയാം. അങ്ങനെയുള്ള ചില കാര്യങ്ങൾ ദൈവം തരത്തിലായിരിക്കും, ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ചായിരിക്കും എന്ന് നമ്മൾ മനസ്സിലാക്കിയെടുത്താൽ മതി.
പൗലോസ് അപ്പോസ്തലൻ പ്രാർത്ഥിച്ച ഒരു കാര്യം കൊടുത്തില്ല, ഈ മുള്ള് മാറ്റി തരണേന്ന്. അതിനൊക്കെ കാരണമുണ്ട്. അങ്ങനെ പ്രത്യേക കാരണമുള്ളത് നമ്മുടെ ആത്മീയമായ നന്മയ്ക്ക് വേണ്ടി കർത്താവ് ചിലപ്പം തന്നില്ല എന്നിരിക്കും. അത് നമ്മൾ പിന്നെ മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും. ബാക്കി എന്തും 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 നമുക്ക് ലഭിക്കും. ഇത് തരത്തില്ല എന്നൊന്നും വിചാരിച്ച് നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. മൂന്നാമത്തെ അനുഗ്രഹം, പ്രതിബന്ധങ്ങൾ നീക്കി അവൻ എല്ലാം ശരിയാക്കി എടുത്തു തരും. നമ്മുടെ ഒരു പ്രവർത്തനം ചെയ്യുമ്പോൾ തടസ്സങ്ങളിങ്ങനെ വരും. ഒരു കാര്യം ചെയ്തു, അപ്പോഴാണ് ഒരു തടസ്സം, ആ തടസ്സം നീക്കി, അപ്പോൾ വേറൊരു തടസ്സം, അങ്ങനെ പ്രശ്നങ്ങളിങ്ങനെ വന്നുകൊണ്ടേയിരിക്കും, പ്രതിബന്ധങ്ങളൊക്കെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോഴും ലൂക്കോസിൻ്റെ സുവിശേഷം 17:6 ഒരു വാക്യം പറയുന്നത് നമ്മുടെ ഹൃദയത്തിൽ എഴുതി വെച്ചേക്കണം. നിങ്ങൾക്ക്, യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾക്ക് ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ സിക്കമീൻ മരത്തോട് ചൂടോടെ ഇളകി കടലിൽ ചെന്ന് നടപ്പെടുക എന്ന് പറഞ്ഞാൽ അത് നിങ്ങളെ അനുസരിക്കും. നമുക്ക് ജീവിതത്തിൽ തടസ്സങ്ങളുണ്ടാക്കുന്ന, പ്രതിബന്ധങ്ങളുണ്ടാക്കുന്ന ചില പ്രശ്നങ്ങൾ വരും. ഇതൊന്ന് മാറിക്കിട്ടിയാൽ എത്രയോ എനിക്ക് ജീവിതത്തിൽ മുന്നോട്ട് പോകാമായിരുന്നു, ഇതൊന്നും മാറുന്നില്ലല്ലോ എന്ന് നമ്മൾ വിഷമിക്കുന്ന സന്ദർഭങ്ങൾ വരാം. ഈ സിക്കമീൻ വൃക്ഷത്തോട് വേരോടെ ഇളകി കടലിൽ ചെന്ന് നടപ്പെടുക വിശ്വാസത്തോടുകൂടി. നിങ്ങൾ പറഞ്ഞാൽ ആ മരം നിങ്ങളെ അനുസരിക്കും. വിശ്വാസം എത്രയും വേണം? കടുകുമണിയോളമെന്നാണ് കർത്താവ് പറഞ്ഞത്. എനിക്ക് വിശ്വാസം കുറവാണെന്ന് പ്രാർത്ഥിച്ചു വിശ്വാസം വർദ്ധിപ്പിക്കാൻ. പക്ഷേ ഒരു കടുകുമണിയോളം വിശ്വാസമുണ്ടെങ്കിലും ഇത് സംഭവിക്കുമെന്നാണ് കർത്താവ് പറയുന്നത്. അത്രയും തന്നെ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് പലപ്പോഴും സംഭവിക്കാതെ പോകുന്നത്. ഉറപ്പുള്ളത് എന്നൊക്കെ അതിനർത്ഥം വരും, എങ്കിലും കടുകുമണിയോളം എന്നാണ് കർത്താവ് പറഞ്ഞത്. ആ വിശ്വാസമുണ്ടെങ്കിൽ അത് സംഭവിക്കും, ആ പ്രശ്നങ്ങൾ മാറിപ്പോകും. ഒരു കാര്യം കൂടെ ഓർത്തോണം, സിക്കമീൻ മരത്തോട് ചുവടോടെ ഇളകി കടലിൽ ചെന്ന് നടപ്പെടുക എന്നാണ് പറയുന്നത്. എന്നാണ് നമ്മൾ പറയാൻ യേശു പറഞ്ഞതേ. അതിൻ്റെ മരം ചിലപ്പോൾ ആ മരത്തിൻ്റെ ഇലകൾ വീഴുന്നതായിരിക്കും നമുക്ക് തടസ്സം. അപ്പം നമ്മൾ ആ മരത്തിൻ്റെ മുകൾ ഭാഗം മാറിപ്പോണമെന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല, ചുവടോടെ ഇളകി മാറണം. അതെന്താണെന്ന് വെച്ചാൽ ഈ ചുവട് അതിൻ്റെ കാരണമാണല്ലോ, അതിൻ്റെ റൂട്ട്. നമ്മൾ ചെയ്യുന്ന പല തിന്മകൾക്കും അടിസ്ഥാനപരമായി അതിൻ്റെ വേര് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ അതോടെ ഇളക്കിക്കളയണം. നമുക്ക് ചിലപ്പോൾ അസൂയ എന്ന് പറഞ്ഞൊരു തിന്മ നമ്മളിൽ കുടികൊള്ളുന്നെങ്കിൽ ആ വിഷയത്തിൽ ഞാൻ അസൂയപ്പെടുന്നില്ല എന്ന് നമ്മൾ തീരുമാനിക്കാം. ആ ഒരു വിഷയത്തിന്മേൽ മാത്രമല്ല, അസൂയ എന്നുള്ള തിന്മയുടെ വേര് നമ്മളിൽ നിന്ന് മാറിപ്പോകണം. ഇല്ലെങ്കിൽ വേറൊരു സന്ദർഭം വരുമ്പോൾ വീണ്ടും നമ്മൾ അസൂയ ഉണ്ടാകും. അത് പാടില്ല. അതിൻ്റെ വേരോടെ ഇളകണം. അതിനാണ് നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. സിക്കിമീൻ മരത്തിൻ്റെ വേരോടെ ഇളകി കടലിൽ ചെന്ന് നടപ്പെട്ടെ. ഇവിടെ ഇങ്ങനെ നിൽക്കണ്ട, പോട്ട് കടലിലോട്ട്, അങ്ങനെ വേണം നമ്മൾ പ്രാർത്ഥിക്കണം. അതിൻ്റെ തിന്മയുടെ വേരുകൾ നമ്മുടെ ഹൃദയത്തിൽ പിന്നെ നമ്മുടെ ഉള്ളിൽ പിന്നെ നിൽക്കാൻ പാടില്ല, ഇളകി വിടണം. യേശു എതിരായവരുടെ ദേശം നിന്നപ്പോൾ ഈ പിശാചിനെ ഇളക്കി വിട്ടതേ പന്നികളുടെ മേൽ പ്രവേശിക്കാൻ അനുവാദം കൊടുത്തു. പന്നികളുടെ മേൽ പ്രവേശിച്ചിട്ട് അത് അവിടെ ചുറ്റിക്കറങ്ങിയില്ല, വെള്ളത്തിലോട്ട് ചെന്ന് അങ്ങ് വീണ് ചത്തുപോയി. ഇവിടുന്ന് അങ്ങ് മാറുകയാണ്, ഈ പ്രദേശത്തിൽ നിന്നത് മാറി വെള്ളത്തിലോട്ട് വീണു. അതുപോലൊരു വാക്യമാണ് യേശു പറയുന്നത്, ഈ സിക്കമീൻ വൃക്ഷം ചൂടോടെ ഇളകി കടലിൽ ചെന്ന് നടപ്പെടുക, ഇവിടെ നിൽക്കണ്ട, ദൂരെ പോട്ടെ, നമ്മളിൽ നിന്ന് എല്ലാ തിന്മകളും അകറ്റണമേ എന്ന് നമ്മൾ പ്രാർത്ഥിച്ചാൽ അത് സംഭവിക്കും. എല്ലാ പ്രതിബന്ധങ്ങളും മാറിപ്പോകും. നാലാമത്തെ ഒരു അനുഗ്രഹം നമുക്ക് ലഭിക്കുന്നത്, നമുക്ക് ദിവ്യ പുത്രത്വം ലഭിക്കും. നമ്മൾ ആരുടെ മോനാണ്? ദൈവത്തിൻ്റെ മക്കളാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ വളരെ വ്യക്തമായിട്ട് ഈ കാര്യം എഴുതിയിരിക്കുന്നു. തന്നെ സ്വീകരിച്ചവർക്കെല്ലാം, തൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്കെല്ലാം ദൈവമക്കളാകാൻ അവൻ കഴിവ് നൽകി. നമ്മൾ ഈ ഭൂമിയിൽ ജനിച്ചപ്പോൾ യേശു അതിനെ ഒത്തിരി വിശദീകരിച്ചിട്ടുണ്ട്. മനുഷ്യൻ ഒരു കുഞ്ഞായിട്ട് ജനിച്ചു പോരാ, വീണ്ടും ജനിക്കണം, ദൈവത്തിൻ്റെ പുത്രനായി മാറണം. ദൈവത്തിൻ്റെ പുത്രനായി മാറണം. അത് എങ്ങനെയാ? വിശ്വാസത്താൽ യേശു ക്രിസ്തുവിനെ എൻ്റെ രക്ഷകനായി സ്വീകരിക്കുമ്പോൾ തന്നെ സ്വീകരിച്ചവർക്കെല്ലാം ദൈവത്തിൻ്റെ മക്കളാകുവാൻ അവൻ കഴിവ് നൽകി. എല്ലാവരുമായി തീർന്നിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിനെ
എൻ്റെ രക്ഷകൻ എന്ന് സ്വീകരിക്കുന്നവർക്കാണ് മക്കളുടെ പദവിയിലേക്ക് കയറാൻ ഉള്ള കഴിവ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ പ്രത്യേകം ഓർത്തോണം. നമ്മൾ പൊതുവിൽ പറയും എല്ലാവരും ദൈവമക്കളാണെന്ന്, അതൊരു ജനറൽ വേർഡെന്നേ ഉള്ളൂ. പക്ഷേ യഥാർത്ഥത്തിൽ മനുഷ്യൻ എന്നുള്ള പദവിയിൽ നിന്ന് ദൈവത്തിൻ്റെ പുത്രൻ എന്ന ദിവ്യപുത്രത്വം അതിലേക്ക് പ്രവേശിക്കുന്നത് യേശുവിനെ എൻ്റെ രക്ഷകൻ എന്ന് ഞാൻ വിശ്വസിച്ച് സ്വീകരിക്കുമ്പോൾ മാത്രമാണ്. അപ്പോൾ എനിക്ക് ദൈവത്തിൻ്റെ പുത്രനാകാനുള്ള കഴിവ് നമുക്ക് ലഭിച്ചിരിക്കും. വേറെ ഒരു അനുഗ്രഹം വിശ്വാസികൾക്ക് ലഭിക്കുന്നത് നിത്യജീവനാണ്. നമ്മളെല്ലാവരും അതാണ് ആഗ്രഹിക്കുന്നത്, നിത്യജീവൻ ലഭിക്കും എന്ന് ഉറപ്പുള്ളവർ കുറച്ച് പേരുണ്ട്. ചിലർ അതിനുവേണ്ടി ഇരിക്കുന്നു, ചിലർ അതിനുവേണ്ടി അല്ലെങ്കിലും സഭയോടൊക്കെ ചേർന്ന് നിൽക്കുന്നു. വേറെ ചില അനുഗ്രഹങ്ങളോ രോഗശാന്തിയുടെ കാര്യമൊക്കെ ആയിരിക്കും അവരെ ആകർഷിക്കുന്നത്. പക്ഷേ നിത്യജീവൻ ലഭിക്കും യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ. യോഹന്നാൻ സുവിശേഷം തന്നെ 3-ാം അധ്യായം 14-15 വാക്യങ്ങളിൽ മോശ മരുഭൂമിയിൽ സർപ്പത്തെ ഉയർത്തിയതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ടാകേണ്ടതിന് മനുഷ്യപുത്രനും ഉയർത്തപ്പെടേണ്ടിയിരിക്കുന്നു. നിത്യജീവൻ ലഭിക്കാനാണ്. 6-ാമത്തെ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത് ഒരു ആത്മീയ നിറവുണ്ടാകും, പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടാകും. യോഹന്നാൻ സുവിശേഷം തന്നെ 6:35 യേശു അവരോട് പറഞ്ഞു, ഞാനാണ് ജീവൻ്റെ അപ്പം, എൻ്റെ അടുത്ത് വരുന്നവനെ ഒരിക്കലും വിശക്കുകയില്ല, എന്നിൽ വിശ്വസിക്കുന്നവന് ദാഹിക്കുകയുമില്ല. ദാഹിക്കത്തില്ല. പരിശുദ്ധാത്മാവ് നിറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വിശപ്പും ദാഹവും ഒക്കെ അങ്ങ് ഇല്ലാതാകും. 7-ാമത്തെ ഒരു അനുഗ്രഹം, നമുക്കൊരു ആത്മീയമായ വെളിച്ചം ലഭിക്കും. യോഹന്നാൻ സുവിശേഷം 12:46 തന്നിൽ വിശ്വസിക്കുന്നവരാരും അന്ധകാരത്തിൽ വസിക്കാതിരിക്കേണ്ടതിന് ഞാൻ വെളിച്ചമായി ലോകത്തിലേക്ക് വന്നിരിക്കുന്നു. കർത്താവ് ലോകത്തിലേക്ക് ഒരു വെളിച്ചമായിട്ടാണ് വന്നത്. അവനിൽ വിശ്വസിക്കുന്നവരാരും ഇനിയും അന്ധകാരത്തിൽ വസിക്കേണ്ട കാര്യമില്ല. നമ്മൾ വെളിച്ചത്തിൻ്റെ അടുക്കലാണെങ്കിൽ ആ വെളിച്ചം നമ്മൾ മനസ്സിലാക്കും എന്ന് അർത്ഥം. മറ്റൊരു അനുഗ്രഹം, ശുശ്രൂഷയ്ക്കുള്ള ഒരു ശക്തി നമുക്ക് ലഭിക്കും. ചില പറയും എനിക്ക് കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാൻ താല്പര്യമുണ്ട്, പക്ഷേ അത് ശക്തി കുറവാണ് എന്ന്. അല്ല, നമുക്ക് ആത്മനിറവിൽ ശക്തി ലഭിക്കും. യോഹന്നാൻ സുവിശേഷം 14-ാം അധ്യായം 12-ാം വാക്യം, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, എന്നിൽ വിശ്വസിക്കുന്നവനും ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കലേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. യേശു കർത്താവ് പിതാവിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. കർത്താവിടെ വെച്ച് എന്തെല്ലാം അത്ഭുതങ്ങളൊക്കെയാണ് ചെയ്തത്. ആ അത്ഭുത പ്രവർത്തനങ്ങൾ, രോഗശാന്തിയുടെ കാര്യങ്ങൾ, പ്രകൃതി ശക്തിയുടെ മേലധികാരം, ഇങ്ങനെയൊക്കെയുള്ള കർത്താവ് ചെയ്തത് ശിഷ്യന്മാരും ചെയ്യും, നമ്മൾ വിശ്വസിക്കുന്നവരൊക്കെ ചെയ്യും, വിശ്വസിക്കുന്നവരെല്ലാം ചെയ്യും. അത്രയും മാത്രമല്ല കർത്താവ് പറയുന്നത്, ഞാൻ പിതാവിൻ്റെ അടുത്തേക്ക് പോകുന്നത് കൊണ്ട് ഇവയേക്കാൾ വലിയവയും അവൻ ചെയ്യും. ആരാണ്? വിശ്വസിക്കുന്നവർ. അതാണ് അവർ കിട്ടുന്ന അനുഗ്രഹം. പിന്നെ നമുക്ക് കിട്ടുന്ന ഒരു അനുഗ്രഹം ഈ രക്ഷയാണ്. റോമാലേഖനം 1-ാം അധ്യായം 16-ാം വാക്യത്തിൽ പൗലോസ് എഴുതിയിരിക്കുകയാണ്, സുവിശേഷത്തെപ്പറ്റി ഞാൻ ലജ്ജിക്കുന്നില്ല, എന്തെന്നാൽ വിശ്വസിക്കുന്ന ഏവർക്കും, ആദ്യം യഹൂദർക്കും പിന്നീട് ഗ്രീക്കുകാർക്കും, അത് രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ്. രക്ഷയിലേക്ക് നയിക്കുന്ന ദൈവശക്തിയാണ് ഈ സുവിശേഷമെന്ന് പറയുന്നത്. കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, ഉയർത്തു, സ്വർഗത്തിലേക്ക് പോയി, അവനിൽ വിശ്വസിക്കുന്നവർക്ക് രക്ഷയുണ്ട് എന്ന് പറയുന്നതാണ് സുവിശേഷം. അത് നമ്മൾ രക്ഷയിലേക്കാണ് കൊണ്ടുപോകുന്നത്. അത് നമുക്ക് കിട്ടുന്ന ഒരു വലിയ അനുഗ്രഹമാണ്. വിശ്വസിക്കുന്നവർക്ക് ഈ അനുഗ്രഹങ്ങളൊക്കെയും കിട്ടും. വാക്യം 16-ൻ്റെ എൻ്റെ ബി പാർട്ടായിട്ട് പറയുകയാണെങ്കിൽ, സന്തതി എന്നെഴുതിയിട്ട് അടുത്ത വാചകം പറയുന്നു, അത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്.
അബ്രാഹത്തിൻ്റെ സന്തതി എന്ന ഏകവചനത്തിൽ എഴുതിയത് ക്രിസ്തുവിനെ ഉദ്ദേശിച്ചാണ്. അതിന് കാരണം എന്താണ്? ക്രിസ്തു നമ്മുടെ രക്ഷകനാണ്. നമ്മുടെ രക്ഷയ്ക്കാണ് ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത്. സ്വർഗത്തിൽ ഇരുന്നാൽ കർത്താവിൻ്റെ ക്രൂശുമരണവും ആ രക്ഷാകർമ്മം ഒന്നും നടത്താനൊക്കത്തില്ല. അതുകൊണ്ട് നമ്മുടെ അടുത്തേക്ക് വന്നു. ലൂക്ക 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ, ദാവീദിൻ്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ ക്രിസ്തു ഇന്ന് ജനിച്ചിരിക്കുന്നു. മാലാഖ വന്ന് അറിയിക്കുകയാണ്, കർത്താവായ ക്രിസ്തു നിങ്ങൾക്കായി ഒരു രക്ഷകൻ ഇന്ന് ജനിച്ചിരിക്കുന്നു. അവനാണ് നമ്മുടെ രക്ഷകൻ. യോഹന്നാൻ്റെ 3-ാം അധ്യായം 17-ാം വാക്യം, ദൈവം തൻ്റെ പുത്രനെ ലോകത്തിലേക്ക് അയച്ചത് ലോകത്തെ ശിക്ഷയ്ക്ക് വിധിക്കാനല്ല, പ്രത്യുത അവൻ വഴി ലോകം രക്ഷ പ്രാപിക്കാനാണ് കർത്താവ് ഇവിടെ വന്നത് എന്ന് അർത്ഥം. രണ്ടാമത്തെ കാര്യം, ക്രിസ്തു നമുക്ക് പകരക്കാരനായി തീർന്നവനാണ്. നമുക്ക് പകരമാണ് അവൻ ശിക്ഷ അനുഭവിച്ചത് എന്ന് ചുരുക്കം. യേശയ്യ 53-ന്റെ 5-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ മുറിവേൽപ്പിക്കപ്പെട്ടു, നമ്മുടെ അതിക്രമങ്ങൾക്ക് വേണ്ടി അവൻ ക്ഷതമേൽപ്പിക്കപ്പെട്ടു, അവൻ്റെ മേലുള്ള ശിക്ഷ നമുക്ക് രക്ഷ നൽകി, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമുക്ക് പകരക്കാരനായിട്ടാണ് യേശു ഇതെല്ലാം ശിക്ഷ ഏറ്റത്. അവൻ നമ്മുടെ പകരക്കാരൻ. നമ്മുടെ കടമെല്ലാം വീട്ടപ്പെട്ടു. ആര് വീട്ടി? കർത്താവായ യേശു ക്രിസ്തു. നമ്മുടെ പാപങ്ങളെല്ലാം തള്ളിക്കളഞ്ഞ് നമ്മളെ നീതിമാന്മാരായിട്ടെണ്ണി ആര് ചെയ്തു? യേശു ക്രിസ്തു. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കാര്യം കൊണ്ട് എടുത്ത് പറയുന്നു, അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. രോഗമുള്ളവരെല്ലാം ഒരു കാര്യം ചെയ്യണം, കർത്താവ് നമ്മുടെ രോഗം അവൻ ഏറ്റു, നമ്മൾ സൗഖ്യമുള്ളവരാകും. കർത്താവിനോടൊന്ന് വിശ്വാസത്താൽ പ്രാർത്ഥിച്ചാൽ മതി, സൗഖ്യം നമുക്ക് ലഭിക്കും. ഒരു കുഷ്ഠരോഗി വന്നിട്ട് യേശുവിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കുവാൻ കഴിയും. യേശു പറഞ്ഞു, എനിക്ക് മനസ്സുണ്ട്, നീ ശുദ്ധനാകട്ടെ. യേശു ആ കുഷ്ഠരോഗിയുടെ ശരീരത്തിൽ സ്പർശിച്ചു. ഒരു കുഷ്ഠരോഗിയുടെ ശരീരത്തെ സ്പർശിക്കുന്ന വ്യക്തി കുഷ്ഠരോഗിയാണെന്നാണ് യഹൂദന്മാർ പ്രഖ്യാപിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ യേശു കുഷ്ഠരോഗിയായി എന്ന് വേണമല്ലോ എടുക്കാൻ നിയമപ്രകാരം. ഈ കുഷ്ഠരോഗി സുഖമാക്കപ്പെടുകയും ചെയ്തു. അപ്പോൾ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? അവൻ്റെ രോഗം യേശു ഏറ്റെടുത്തു, നമ്മുടെ പകരക്കാരനായി മാറി. ആ രോഗിയുടെ പകരക്കാരൻ. നിയമപ്രകാരം യേശു പുരോഹിതൻ വിധിക്കും യേശു കുഷ്ഠരോഗിയാണെന്ന്. നമ്മുടെ രോഗങ്ങളാണ് അവൻ ഏറ്റെടുത്തത്. യേശു എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അവൻ്റെ ക്ഷതങ്ങളാൽ നാം സൗഖ്യം പ്രാപിച്ചു. നമ്മുടെ എല്ലാ മുറിവുകളും വേദനകളും ഒക്കെ മാറിപ്പോകും. കാരണം അതല്ല യേശു ഏറ്റെടുത്തിരിക്കുക. അവൻ്റെ ശരീരത്തിലേറ്റ ക്ഷതങ്ങളുണ്ട്. നമ്മുടെ ദേഹത്ത് വരേണ്ട ക്ഷതങ്ങളാണ് അവൻ ഏറ്റെടുത്തിരിക്കുന്നത്. ചാട്ടവാറ് കൊണ്ടുള്ള അടി, മാംസങ്ങളങ്ങ് തെറിച്ചു പോകുകയല്ലേ, രക്തം ഇങ്ങനെ ഒലിക്കുകയല്ലേ. അവനെ കണ്ടാൽ ഒരു മനുഷ്യരൂപം ഉണ്ടായിരുന്നില്ലെന്ന് തന്നെയാണ് പ്രവചനത്തിൽ പറയുന്നത്. അവൻ്റെ ശരീരത്തിൽ ക്ഷതമേറ്റപ്പോൾ നമ്മുടെ വ്രണങ്ങളും വേദനകളും രോഗങ്ങളുമാണ് അവൻ്റെ ശരീരത്തിലേക്ക് അവൻ ഏറ്റെടുത്തത്. അപ്പോൾ കുരിശിലെ മരണം പാപത്തിന് പരിഹാരമായിരുന്നെന്ന് മാത്രമല്ല, നമ്മുടെ രോഗങ്ങൾക്കും അവൻ ഏറ്റെടുത്ത് അതിന് പരിഹാരം ചെയ്തിരിക്കുകയാണ്. രോഗശാന്തിക്ക് വേണ്ടി കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മളെ തന്നെ സമർപ്പിച്ചാൽ, വിശ്വാസത്തോടെ ചെന്നാൽ രോഗസൗഖ്യം ലഭിക്കുക തന്നെ ചെയ്യും. അവൻ അത് ഏറ്റെടുക്കും. ക്രിസ്തു പാപവാഹിയാണ്. 1 യോഹന്നാൻ 3:5 പാപങ്ങൾ ഏറ്റെടുക്കുവാൻ വേണ്ടിയാണ്
അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. അവനിൽ പാപമില്ല. പാപമില്ലാത്ത ഒരുവൻ മാത്രം യേശു ക്രിസ്തു. അവനിൽ പാപമില്ല. പക്ഷെ അവൻ എന്ത് ചെയ്തു? നമ്മുടെ എല്ലാവരുടെയും പാപങ്ങൾ അവൻ ഏറ്റെടുത്തു. നമ്മുടെ പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയാണ് അവൻ പ്രത്യക്ഷനായത് എന്ന് നിങ്ങൾ അറിയുന്നു. നമ്മളെല്ലാവർക്കും ആ കാര്യം അറിയാം. നമ്മളത് പറയും, എൻ്റെ പാപങ്ങൾ യേശു ഏറ്റെടുത്തു. അവനോ പാപിയല്ല, അവനിൽ പാപമില്ല. ഗദ്സമേന തോട്ടത്തിൽ വെച്ച് പിതാവേ, ഈ പാനപാത്രം ഒന്ന് മാറ്റിത്തരണമേ എന്ന് പിതാവിനോട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവ് മാറ്റിക്കൊടുക്കുന്നില്ല. അതിനുവേണ്ടിയാണല്ലോ യേശു വന്നത്. എഴുതപ്പെട്ട ഒരു നിയമം അനുസരിച്ച് പറഞ്ഞാൽ യേശു നമ്മുടെ പാപങ്ങൾ വഹിച്ചിരിക്കുകയാണ്. അങ്ങനാണെങ്കിൽ യേശു പാപിയാണ് എന്ന് അർത്ഥം വരുന്നു. പാപത്തിൻ്റെ ശിക്ഷ മരണം. അപ്പോൾ ആ മരണത്തിൽ നിന്ന് യേശുവിനെ മാറ്റാൻ സാധ്യമല്ല. അതാണ് യേശുവിൻ്റെ പ്രാർത്ഥന കേൾക്കാൻ ഇടയാകാഞ്ഞതിൻ്റെ കാരണം. അവൻ നമുക്ക് വേണ്ടി പാപിയായി. പാപം അവൻ്റെ തലയിൽ, അവൻ്റെ തോളിൽ അവൻ ഏറ്റിരിക്കുക. ആരുടെ പാപം? നമ്മുടെ പാപം. കർത്താവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ. കഴിയുമെങ്കിലോ എന്ന് ചോദിച്ചാൽ പാപിയായ ആളിൻ്റെ മേലുള്ള മരണശിക്ഷ എടുത്തു മാറ്റാൻ ഒക്കത്തില്ല. അതുകൊണ്ട് യേശു നമുക്ക് പകരം അവൻ മരിച്ചു. യേശയ്യ 53:12 ഇങ്ങനെ പറയുന്നു, അവൻ തൻ്റെ ജീവനെ മരണത്തിന് ഏൽപ്പിച്ചു കൊടുക്കുകയും പാപികളോടുകൂടെ എണ്ണപ്പെടുകയും ചെയ്തു. എന്നിട്ടും അനേകരുടെ പാപഭാരം അവൻ പേറി. അതിക്രമങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു. ക്രിസ്തു മനുഷ്യ ഭാരവാഹിയാണ്. മത്തായിയുടെ സുവിശേഷം 8:17 അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു എന്ന് യേശയ്യ പ്രവചിച്ചത് അങ്ങനെ നിറവേറി. യേശു അനേക രോഗികളുടെ സൗഖ്യം കൊടുക്കുകയും ബലഹീനരായ പലരെയും സൗഖ്യം കൊടുക്കുന്നു. മുടന്തർ, അംഗഹീനർ, രോഗികളായ കണ്ണുകാഴ്ചയില്ലാത്തവർ, ബലഹീനരായിരിക്കുന്നവർ, തളർന്നു കിടക്കുന്നവർ, അവരെല്ലാവരെയും സുഖപ്പെടുത്തി. അവൻ അങ്ങനെ ചെയ്തതിൻ്റെ കാരണം യേശയ്യ പറഞ്ഞിട്ടുണ്ട് നേരത്തെ തന്നെ. അവൻ നമ്മുടെ ബലഹീനതകൾ ഏറ്റെടുക്കുകയും രോഗങ്ങൾ വഹിക്കുകയും ചെയ്തു. സ്വയം ഞാൻ ബലഹീനനാണെന്ന് പറയുന്നവർ കർത്താവിൻ്റെ സന്നിധിയിലോട്ടൊന്ന് ചെന്നാൽ മതി. ആ ബലഹീനതകളെല്ലാം കർത്താവ് മാറ്റിത്തരും. എന്നെ കൊണ്ട് ഇതൊക്കത്തില്ലെന്ന് ആരും പറയേണ്ട. കാരണം നമ്മളല്ല ചെയ്യുന്നത്, കർത്താവ് ചെയ്തോളും. നമ്മൾ അവൻ്റെ അടുത്തേക്ക് ചെന്നാൽ മതി. നമ്മുടെ ബലഹീനതകളെല്ലാം അവൻ മാറ്റിത്തരും. നമുക്ക് വേണ്ടി അവൻ അങ്ങ് എടുക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19:17 അവൻ സ്വയം കുരിശ് ചുമന്നുകൊണ്ട് തലയോടിടം, ഹെബ്രായ ഭാഷയിൽ ഗോൽഗോഥ എന്ന് വിളിക്കപ്പെടുന്ന സ്ഥലത്തേക്ക് പോയി. കുരിശുമരണത്തിനാണല്ലോ. സ്വയം കുരിശ് ചുമന്നുകൊണ്ട്. ആരാണ് യഥാർത്ഥത്തിൽ ആ കുരിശ് ചുമക്കേണ്ടിയിരുന്നത്? നമ്മളാണ്. നമ്മൾ ചുമക്കേണ്ടതിന് പകരം നമ്മുടെ ഭാരം കർത്താവ് ചുമന്നു. അവൻ ഗോൽഗോഥ മലയിലേക്ക് അതും ചുമന്നുകൊണ്ട് പോയി നമുക്ക് വേണ്ടി. അടുത്തൊരു കാര്യം, ക്രിസ്തു നമുക്ക് വീണ്ടും ആരാണ്? ക്രിസ്തു നമ്മുടെ മധ്യസ്ഥനാണ്. 1 തിമോഥെയോസ് 1:5 ഒരു ദൈവമേ ഉള്ളൂ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ, മനുഷ്യനായ യേശു ക്രിസ്തു. ദൈവം ഒരാൾ. ദൈവത്തിൻ്റെ അടുത്തേക്കാണ് നമ്മൾ ചെല്ലേണ്ടത്. പുത്രനായ ദൈവം യേശു ക്രിസ്തു ദൈവമാണ്. അതേ സമയത്ത് അവൻ മനുഷ്യനായി തീർന്നു. എന്തിന്? ഒരു മനുഷ്യൻ്റെ മധ്യസ്ഥത നടത്തിയിട്ട് നമ്മളെ പിതാവായ ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കുവാൻ. അപ്പോൾ പിതാവായ ദൈവവും മനുഷ്യനും തമ്മിലുള്ള ആ ബന്ധം ഉറപ്പിക്കാൻ, അനുരഞ്ജിപ്പിക്കുവാൻ. പാപികളെന്നുള്ള നിലയിൽ നമ്മൾ ദൈവത്തിൻ്റെ ശത്രുക്കളാണ്. ആ ശത്രുത ഇല്ലാതാക്കി പിതാവായ ദൈവവുമായിട്ട് അനുരഞ്ജിപ്പിക്കാനുള്ള ഏക മധ്യസ്ഥൻ അത് യേശു ക്രിസ്തുവാണ്.
അവൻ മനുഷ്യനായി തീർന്നവനാണ്. അവൻ മനുഷ്യൻ എന്നുള്ള നിലയിൽ പിതാവായ ദൈവത്തോട് നമുക്ക് വേണ്ടി മധ്യസ്ഥത വഹിക്കുന്നു. ഏക മധ്യസ്ഥൻ അവനാണ്. ഹെബ്രായ ലേഖനം 8:6 ഇപ്പോഴാകട്ടെ ക്രിസ്തു കൂടുതൽ ശ്രേഷ്ഠമായ വാഗ്ദാനങ്ങളിൽ അധിഷ്ഠിതമായ ഒരു ഉടമ്പടിയുടെ മധ്യസ്ഥനായിരിക്കുന്നത് പോലെ പഴയതിനേക്കാൾ കൂടുതൽ ശ്രേഷ്ഠമായ ഒരു ശുശ്രൂഷാ സ്ഥാനവും അവന് ലഭിച്ചിരിക്കുന്നു. ഇപ്പോൾ അവന് നമ്മളെ അങ്ങോട്ട് അടുപ്പിക്കുന്ന, അനുരഞ്ജിപ്പിക്കുന്ന ഒരു ശുശ്രൂഷയുണ്ട്. പഴയതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു മധ്യസ്ഥത കർത്താവ് നമുക്ക് വേണ്ടി ഇപ്പോൾ ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. ക്രിസ്തു ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. യോഹന്നാൻ്റെ സുവിശേഷം 1:29 യേശു ഇങ്ങനെ നടന്നു വരുന്നത് കണ്ടപ്പോൾ സ്നാപയോഹന്നാൻ വിളിച്ച് പറയുന്ന ഒരു വാക്യമുണ്ട്. ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വലിയ അർത്ഥമുള്ള ഒരു വാക്യമാണ്. സ്നാപയോഹന്നാൻ പ്രവാചകനായിരുന്നല്ലോ, അദ്ദേഹം അത് പറയുകയാണ്. സ്നാപയോഹന്നാനേക്കാൾ വലിയൊരു പ്രവാചകനില്ലെന്ന് യേശു തന്നെ പറഞ്ഞിട്ടുണ്ട്. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. വർഷം തോറും കുഞ്ഞാടിനെ ബലി അർപ്പിച്ച് അവരുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് യാഗം അർപ്പിക്കുന്ന പതിവ് ഇസ്രായേൽ ജനത്തിനുണ്ടായിരുന്നു. പക്ഷേ അവരൊരു കാര്യം ചെയ്യുന്നു, എല്ലാ വർഷവും ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം പാപങ്ങൾ യഥാർത്ഥത്തിൽ മോചിക്കപ്പെട്ടിട്ടില്ല. എല്ലാ വർഷവും അവരത് ഓർക്കുന്നു. പക്ഷേ ആ പാപപരിഹാര ബലി അവരങ്ങനെ അർപ്പിച്ചുകൊണ്ടിരുന്നു. യഥാർത്ഥത്തിൽ ഒറ്റ ബലി കൊണ്ട് സകല മനുഷ്യരുടെയും പാപത്തിന് പരിഹാരമായിരിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ കാൽവരിയിലെ ബലിയാണ്. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടാണ്. ആ കുഞ്ഞാട് നമുക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ടപ്പോൾ സകല മനുഷ്യരുടെയും പാപത്തിൻ്റെ പരിഹാരമായി ആ ബലി പിതാവായ ദൈവത്തിൻ്റെ സന്നിധിയിൽ സ്വീകരിക്കപ്പെട്ടു. അവനിൽ വിശ്വസിക്കുന്നവർ രക്ഷ എന്ന് പറയുന്നതിൻ്റെ കാരണം അതാണ്. അവൻ ഏക ബലി അർപ്പിച്ചു. അവൻ ദൈവത്തിൻ്റെ കുഞ്ഞാടായിരുന്നു. ഇസഹാക്കിനെ അബ്രാഹാം മോറിയ മലയിൽ ബലിയർപ്പിച്ച ആ സംഭവം നിങ്ങൾ ഓർക്കണം. വിശ്വാസത്തോടുകൂടി എൻ്റെ മകൻ കൊല്ലപ്പെട്ടാലും ദഹിപ്പിക്കപ്പെട്ടാലും ആ ചാരത്തിൽ നിന്ന് എനിക്ക് പുത്രനെ തരുവാൻ ദൈവത്തിന് സാധിക്കുമെന്നുള്ള വിശ്വാസത്തോടുകൂടി അബ്രഹാം വെട്ടി കൊണ്ടില്ല. അതിനു മുമ്പ് തന്നെ ശബ്ദമുണ്ടായി, അരുത് അരുത്. അത് യേശുക്രിസ്തുവിൻ്റെ ബലിയുടെ ഒരു മുൻകുറിയായിട്ട് നമുക്ക് ചിന്തിക്കാവുന്നതാണ്. യെശയ്യാ 53:7 പറയുന്നു, അവൻ മർദ്ദിക്കപ്പെടുകയും പീഡിക്കപ്പെടുകയും ചെയ്തു, എങ്കിലും അവൻ ഉരിയാടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാടിനെ പോലെയും രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെയും അവൻ മൗനം പാലിച്ചു. ഒരാടിൻ്റെ സ്വഭാവമാണ് അവിടെ വർണ്ണിച്ചിരിക്കുന്നത്. അവൻ മിണ്ടിയില്ല. കൊല്ലാൻ കൊണ്ടുപോകുന്ന, ബലിയർപ്പിക്കാൻ കൊണ്ടുപോകുന്ന കുഞ്ഞാട് മൗനമായി നിൽക്കുന്നത് പോലെ അവൻ മൗനമായി നിന്നു. ചെമ്മരിയാട് രോമം കത്തിരിക്കുന്നവരുടെ മുമ്പിൽ നിന്ന് കൊടുക്കുകയുള്ളൂ. അങ്ങനെ മൗനമായിട്ട് നിൽക്കുന്ന ചെമ്മരിയാടിനെ പോലെ അവൻ മൗനം പാലിച്ചു. യേശു കർത്താവിൻ്റെ ക്രൂശിലെ മരണം അത് നമ്മൾ വായിച്ച് നമ്മൾ 50 നോയമ്പിൻ്റെ കാലഘട്ടത്തിൽ പ്രത്യേകം ചിന്തിക്കുമല്ലോ. അപ്പോൾ നമുക്ക് മനസ്സിലാകും അവനെ കുറ്റം പറഞ്ഞിടത്തൊക്കെയും അവൻ മൗനം പാലിച്ച് നിന്നുകൊടുത്തു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. വീണ്ടും നമ്മൾ മനസ്സിലാക്കുന്നത് യേശു യാഗബലിയാണ്. യോഹന്നാൻ്റെ 15:13 സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല. നമുക്ക് വേണ്ടി യേശു അവൻ്റെ ജീവൻ അർപ്പിച്ചു. ഇതിനെക്കാട്ടിൽ വലിയൊരു സ്നേഹം കാണിക്കുവാൻ ആർക്കും സാധ്യമല്ല. വെളിപാട് പുസ്തകം 1:6 ഇങ്ങനെ എഴുതിയിരിക്കുന്നു, നമ്മെ സ്നേഹിക്കുകയും സ്വന്തം രക്തത്താൽ നമ്മെ പാപത്തിൽ നിന്ന് മോചിപ്പിക്കുകയും സ്വപിതാവായ ദൈവത്തിൻ്റെ രാജ്യവും പുരോഹിതരുമാക്കുകയും ചെയ്തവന് മഹത്വവും പ്രതാപവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. അവൻ നമുക്ക് വേണ്ടി അവൻ്റെ രക്തം ചിന്തി എന്ന് വെളിപാടിലും എഴുതിയിരിക്കുന്നു. 8ാമത്തെ ഒരു കാര്യം,
ക്രിസ്തു വീണ്ടെടുപ്പുകാരനാണ്. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 11-ാം വാക്യം, ഞാൻ നല്ല ഇടയനാണ്, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നു. നല്ല ഇടയൻ ചെയ്യുന്നൊരു കാര്യമാണ്, ആടുകൾക്ക് വേണ്ടി ജീവൻ അർപ്പിക്കും. ഇവിടെ അതാണല്ലോ സംഭവിച്ചത്. ആടുകളായ നമുക്ക് വേണ്ടി ദൈവത്തിൻ്റെ കുഞ്ഞാടായ അവൻ അർപ്പിക്കപ്പെട്ടു. വെളിപാടിൻ്റെ 5:9 അവർ ഒരു നവ്യഗാനം ആലപിച്ചു, പുസ്തക ചുരുൾ സ്വീകരിക്കാനും അതിൻ്റെ മുദ്രകൾ തുറക്കാനും നീ യോഗ്യനാണ്. അവർ പാടുകയാണ്. കാരണം നീ വധിക്കപ്പെടുകയും നിൻ്റെ രക്തം കൊണ്ട് എല്ലാ ഗോത്രത്തിലും ഭാഷയിലും ജനതകളിലും രാജ്യങ്ങളിലും നിന്നുള്ളവരെ ദൈവത്തിനു വേണ്ടി വിലയ്ക്ക് വാങ്ങുകയും ചെയ്തിരിക്കുന്നു. നീ അതുകൊണ്ട് യോഗ്യൻ. വെളിപാടിലെ ഒരു നവ്യ ഗാനമാണത്. ക്രിസ്തുവിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നു. ക്രിസ്തു അനിവാര്യനാണ്, തികച്ചും ഒഴിച്ചുകൂടാൻ പാടില്ലാത്തവനാണ്. ഒന്ന്, അവൻ ഏക മധ്യസ്ഥനാണ്. യെശയ്യാ 60:16 പറയുന്നു, കർത്താവായ ഞാനാണ് നിൻ്റെ രക്ഷകനെന്നും യാക്കോബിൻ്റെ ശക്തനായവനാണ് നിൻ്റെ വിമോചകനെന്നും നീ അറിയും. ക്രിസ്തുവിനെക്കുറിച്ച് രണ്ടാമതൊരു കാര്യം, ക്രിസ്തു ഏക പ്രതിവിധിയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യം, വേദപുസ്തകത്തിൻ്റെ സംക്ഷിപ്ത രൂപം എന്ന് പറയുന്ന വാക്യം, രത്ന ചുരുക്കം എന്ന് പറയുന്ന വാക്യം, അവനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുന്നതിന് വേണ്ടി തൻ്റെ ഏകജാതനെ നൽകുവാൻ തക്കവിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. മൂന്നാമത്തെ കാരണം, ക്രിസ്തു ഏക ആഹാരമാണ്. യോഹന്നാൻ സുവിശേഷം 6-ാം അധ്യായം 41-ാം വാക്യം, ഞാൻ തന്നെ. യോഹന്നാൻ സുവിശേഷം 6:41, സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന അപ്പം ഞാനാണ്. യേശു പറയാണ്, ആഹാരം, അപ്പം ഞാനാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ആ അപ്പം ഞാനാണ്. സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്ന ഒരപ്പം യേശു അത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അത് ഏതാ, ഞങ്ങൾക്ക് വേണമെന്നൊക്കെ അവർ പറഞ്ഞപ്പോൾ വേറൊന്നുമല്ല, ഞാൻ തന്നെ എന്ന് യേശു പറഞ്ഞു. നാലാമത്തൊരു കാര്യം, ക്രിസ്തുവാണ് സത്യത്തിൻ്റെ ഏക ഉത്ഭവം. യോഹന്നാൻ സുവിശേഷം 6:68 വാക്യത്തിൽ ശിഷ്യന്മാർ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർക്കത് മനസ്സിലാകാൻ ഒക്കുന്നില്ല, പലരും അത് വിട്ടുപോയി. അപ്പോൾ നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിച്ചപ്പോൾ ശിമിയോൻ പത്രോസ് ഒരു മറുപടി പറഞ്ഞു, കർത്താവേ, ഞങ്ങൾ ആരുടെ അടുക്കൽ പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലുണ്ട്. അതാണ് നമ്മുടെ ഉറപ്പ്. നമ്മളെന്താ വേറെ പല സ്ഥലങ്ങളിലോട്ടും ഓടി അങ്ങ് മാറാത്തത്? ഇല്ല, ഇവിടാണ് നിത്യജീവൻ്റെ വചനങ്ങൾ. ഇവിടെ നിന്നേ പറ്റുള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിൽ നിൽക്കണം, വേറെ എങ്ങോട്ടും പോകണ്ട. കർത്താവിൻ്റെ യേശുക്രിസ്തുവിൻ്റെ സന്നിധിയിൽ വിട്ട് എങ്ങോട്ടും പോകണ്ട. നിത്യജീവൻ്റെ വചനങ്ങൾ അവൻ്റെ പക്കലാണ്. പത്രോസ് അത് ഏറ്റു പറഞ്ഞു. ക്രിസ്തുവാണ് ഏക രക്ഷകൻ. അപ്പോസ്തലപ്രവൃത്തികൾ 4-ാം അധ്യായം 12-ാം വാക്യം, ആകാശത്തിന് കീഴേ മനുഷ്യരുടെ ഇടയിൽ നമുക്ക് രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരു നാമവും നൽകപ്പെട്ടിട്ടില്ല. യേശുക്രിസ്തു മാത്രം ഏക രക്ഷകൻ. സമയത്തിൻ്റെ നീണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ ഇവിടെ നിർത്തുകയാണ്. 16-ാം വാക്യം വരെയാണ് നമ്മളിപ്പോൾ പറഞ്ഞത്, 14 മുതൽ 16 വരെ. ബാക്കിയുള്ളത് 102-ാമത്തെ എപ്പിസോഡിൽ നമുക്ക് നോക്കാം. ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത്, ഒന്ന്, വിജാതിരിലേക്കും അബ്രാഹത്തിന് കൊടുത്ത അനുഗ്രഹങ്ങൾ, വാഗ്ദാനങ്ങൾ ലഭിക്കും എന്ന് ആണ് മനസ്സിലാക്കിയത്. പിന്നെ നമ്മൾ ചിന്തിച്ചത്, വിശ്വാസികളായ എല്ലാവർക്കും ഈ അബ്രാഹത്തിന് കൊടുത്ത വാഗ്ദാനത്തിൻ്റെ അവകാശം നമുക്കുണ്ട്. അത് മനസ്സിലാക്കിയിട്ട് ക്രിസ്തു നമുക്ക് ആരാണ്, ഒരു സന്തതി വരുന്നത് വരെ എന്നൊക്കെ പറയുന്നു. അബ്രാഹത്തിൻ്റെ സന്തതി എന്നുള്ള ഏകവചനത്തിൽ ഉപയോഗിച്ചിരിക്കുന്നത് ക്രിസ്തുവിനെക്കുറിച്ചാണെന്നും നമ്മൾ മനസ്സിലാക്കി. ക്രിസ്തു വ്യക്തിപരമായി നമുക്കാരാണ്. ഞാൻ പല പോയിൻ്റുകൾ ഇങ്ങനെ പറഞ്ഞു, അത് പ്രത്യേകം ഓർത്തോണം. അവൻ നമ്മുടെ രക്ഷകനാണ്, ഏകമധ്യസ്ഥനാണ്, തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഹൃദയത്തിൽ നിങ്ങളെ പതിച്ചു വെച്ചേക്കണം. അത് ധ്യാനിക്കണം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. അവനാണ് നിത്യജീവൻ്റെ വചനങ്ങൾ അവൻ്റെ പക്കലാണുള്ളത്. വേറെ എങ്ങോട്ടും പോകണ്ട, വേറെ എങ്ങോട്ടും പോയി കിട്ടത്തുമില്ല. അത് നമ്മൾ മനസ്സിലാക്കി നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിച്ച് കർത്താവിൽ ഉറച്ച് വിശ്വസിച്ച് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നിത്യജീവൻ, അത് നമുക്ക് ലഭിക്കും. അവനാണ് നമ്മുടെ രക്ഷകൻ. ആ രക്ഷകൻ്റെ അടുത്ത് നിന്നാൽ മതി. ആ വിശ്വാസത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് നിത്യജീവൻ ലഭിക്കും. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. നിത്യജീവനിലേക്ക് ലഭിക്കത്തക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കാം. സകലതും യേശു കർത്താൻ വിലയേറിയ നാമത്തിൽ സമർപ്പിക്കുന്നു. 102 എപ്പിസോഡിൽ നമുക്ക് 17-ാം വാക്യം മുതൽ നമുക്ക് ബാക്കി
ബാക്കി ചിന്തിക്കാം, ധ്യാനിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ആമീൻ, ആമീൻ, ആമീൻ.